ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിലുള്ള കുറച്ച് സെറ്റിങ്ങുകളും അത് നമ്മുടെ ചാനലിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനായി പോകുന്നത്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പുതിയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് അത്യാവശ്യം ഗ്രോത്തൊക്കെ വരുത്തി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായി നോക്കേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അത് കാണുന്ന വ്യക്തിക്ക് ഇൻട്രാക്ഷൻ ആണോ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ലോഗോ കൊടുക്കണം. കണ്ടാൽ തന്നെ ഒരു പഞ്ച്വാലിറ്റി തോന്നിക്കുന്ന ഒരു ലോഗോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബാനർ ഇമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ അടിപൊളിയായി തീരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. തുടക്കം തന്നെ നമ്മളൊരു അടിപൊളിയാക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ ചാനലിന് ഭയങ്കരമായ റീച്ചിലേക്കും മറ്റൊക്കെ എത്തിച്ചു എന്ന് വരാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, ഇങ്ങനെ ഉള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അതിനെ കസ്റ്റമൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലെ ലോഗോ മാറ്റാനും അതുപോലെ തന്നെ ബാനർ ഇമേജ് മാറ്റാനും മറ്റു പല സെറ്റിങ്ങുകളും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ബാനർ ഇമേജ് നിങ്ങൾക്ക് മാറ്റാം, അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ലോഗോയും റിമൂവ് ചെയ്ത് പഴയ പോലെ ആക്കാനും പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലരും പറയാറുണ്ട് എങ്ങനെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ. ഹാൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ആ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ ചാനലിനകത്ത് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞ് നിങ്ങളുടെ ചാനൽ ഏത് ലാംഗ്വേജ് ആണ്, അതായത് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഏത് ലാംഗ്വേജ് ഒക്കെയാണ് വിസിബിൾ ആവേണ്ടതെന്നൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മലയാളമാണ് ആക്കിയിരിക്കുന്നത്, കാരണം കേരളത്തിലുള്ളവർക്ക് കാണണം. അപ്പോൾ അത് മലയാളം എന്നുള്ള ഒരു ലാംഗ്വേജാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ചാനൽ URL എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ കഴിയും. ഇതൊരിക്കലും ഒരു ക്രിയേറ്റർക്കും മാറ്റാനായി കഴിയുന്നതല്ല. പക്ഷേ ഒരു 100 സബ്സ്ക്രൈബറിന് മുകളിലൊക്കെ എത്തിയവർക്ക് സ്വന്തം യൂട്യൂബ് URL കൂടെ, അതായത് www.youtube.com/ ഇട്ട് അതിനകത്ത് ആ ഹാൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഹാൻഡിലുള്ള ചാനലിലേക്ക് അതിൻ്റെ ഇത് പോകുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ലിങ്കുകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിങ്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ മാത്രമേ ലിങ്കുകൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ 2022 ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലം മുതൽക്കേ ഇങ്ങനെ ഈ ലിങ്കുകൾ കൊടുക്കുന്ന ഒരു പ്രക്രിയ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ മൈ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അതേ URL തന്നെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ബ്ലോഗറിൻ്റെ URL കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫേസ്ബുക്കിൻ്റെ URL ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് ചാനലിൻ്റെ URL അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി URL കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ലിങ്കുകൾ ഇവിടെ ആഡ് ലിങ്ക് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ചേർക്കാനായിട്ട് സാധിക്കും. അതപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി കോണ്ടാക്റ്റ് ഇൻഫോ, അതായത് യൂട്യൂബിന് നിങ്ങളെ എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സംഭവമാണ്. അത് ഏത് ഇമെയിൽ വഴിയാണ് നിങ്ങൾക്ക് യൂട്യൂബ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇമെയിൽ ID നിങ്ങളവിടെ സജീവമാക്കണം. ഇത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ ഒഫീഷ്യൽ ചാനലിൻ്റെ ഇമെയിൽ ID തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് വീഡിയോയ്ക്ക് വാട്ടർമാർക്ക് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക്
സബ്സ്ക്രൈബിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ തന്നെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വാട്ടർമാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ വീഡിയോൻ്റെ വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ വെച്ചു, യൂട്യൂബിലൊരു വീഡിയോ വെച്ച് നോക്കൂ, എന്നിട്ട് അത് നിങ്ങളെ ഫോൺ ചെരിച്ചു പിടിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിട്ട് കണ്ടു നോക്കൂ. നിങ്ങൾ ആ പ്ലെയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ലാൻഡ്സ്കേപ്പ് മോഡൊന്നിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ അതിൻ്റെ ഫോണിൻ്റെ ഒരു അറ്റത്തായിട്ട് താഴെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, ഒരു ചിത്രം കാണിക്കുന്നുണ്ട് അല്ലേ? ഇതാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. ഇത് ആ ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്ത് ഇട്ടതാണ്. എന്ന പോലെ നമുക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് നൗ എന്നുള്ള ഒരു സംഭവമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ എന്നിട്ട് അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസ് ചെയ്ത് കൊടുത്തതാണ്. ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BG Remove ആണ്. BG Removeൻ്റെ URL ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ ചാനലിനെ കൂടുതൽ കസ്റ്റമൈസ് ആക്കാനും അതിനൊക്കെ ഉപകരിക്കുന്ന വേറൊരു സെറ്റിംഗ് ആണ് ഹോം ടാബ് എന്ന് പറയുന്നത്. ഹോം ടാബിനകത്ത് നിങ്ങളുടെ ചാനലിലേക്ക് ട്രെയിലർ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിലിം ഇറങ്ങുകയാണ്, ഇപ്പോൾ എന്താ പറയുക, ഒരു സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ ആ സിനിമയുടെ ട്രെയിലറാണ് ആദ്യം എന്ത് ചെയ്യുക, ആ പ്രൊഡക്ഷൻ കമ്പനി ഇറക്കുന്നത്. എന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായി വരുന്ന വീഡിയോയ്ക്ക് ഒരു ട്രെയിലർ ഉണ്ടാക്കി ഇടുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ട് പറഞ്ഞ് ട്രെയിലർ ഇടുകയാണ്. ഇതുമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതിൻ്റെ താഴെ അപ്കമിങ് ലൈവ് സ്ട്രീംസ്, അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ചാനൽ ഓപ്പൺ ചെയ്തു. ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഫ്രണ്ട് പേജിൽ അപ്കമിങ് ലൈവ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. ഇതെപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴത്തേക്കും മേലത്തേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് സാധിക്കുന്നില്ല, എന്നാലും സാധിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ മറ്റുള്ള ചാനലുകളും ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ചാനലുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ചാനൽ നിലവിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം ഫ്രണ്ട് പേജിലേക്ക് വരും. അപ്പോൾ വീഡിയോ സെഷനിലേക്ക് പോകേണ്ട കാര്യമില്ല, ഫ്രണ്ട് പേജിലും വരും. നിങ്ങളുടെ ചാനലിലെ വീഡിയോ സെഷനിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അടിപൊളി സെറ്റിങ്സ് തന്നെയാണ്. ഇനിയും ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെഷൻ കൊടുക്കാവുന്നതാണ്. പോപ്പുലർ വീഡിയോസ് കൊടുക്കാം, അതുപോലെ കഴിഞ്ഞുപോയ ലൈവ് സ്ട്രീമുകളുടെ ഒക്കെ വീഡിയോസ് ഇവിടെ കൊടുക്കാം, പ്ലേലിസ്റ്റ് കൊടുക്കാം, ഫീച്ചേർഡ് ചാനൽസ് കൊടുക്കാം, സബ്സ്ക്രിപ്ഷൻസ് കൊടുക്കാം, സ്പോട്ട്ലൈറ്റ്, അതായത് സബ്സ്ക്രൈബർ റിട്ടേണിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്, അത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും അത് കൊടുത്തു വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഇതൊക്കെയാണ് ഇവിടെ എൻ്റെ ചാനലിൽ വരുത്തിയ മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണുന്ന വ്യക്തിക്ക് ഇതൊരു എന്താ പറയുക, സ്വല്പം ഒരു മോഡിഫൈഡ് ചാനലാണ്, അല്ല ഒരു അഡാർ ചാനലാണ് പറഞ്ഞിട്ട് തോന്നും. അപ്പോൾ അത് അതിലുള്ള വീഡിയോസൊക്കെ വെച്ച് നോക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് ഈ താഴെ കാണുന്ന ഈ ഒരു സെറ്റിങ്സ് ബാറാണ്. ഈ സെറ്റിങ്സ് ബാറിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജനറൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അതുപോലെ ഡിഫോൾട്ട് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കറൻസി ഇന്ത്യൻ റുപ്പിയാണ്, അതായത് യൂട്യൂബിൽ നിന്നും നമുക്ക് കിട്ടുന്ന പൈസ അത് ഏത് കറൻസിയിലോട്ടാണ് മാറ്റേണ്ടത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ റുപ്പിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ പുതിയ ക്രിയേറ്റർ ആണെങ്കിൽ ഇവിടെ USD അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇന്ത്യൻ റുപ്പി ആക്കാനായിട്ട് സാധിക്കും. ഇനി താഴെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് ചാനൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഈ ചാനലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്യേണ്ടത്. വേറെ വല്ല രാജ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആഡ്സൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ചെറിയൊരു പ്രോബ്ലം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, ഇത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇന്ത്യ ആക്കണം. നമ്മൾ എന്തിനാ കള്ളത്തരമൊക്കെ കാണിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ കീവേഡുകൾ, പല ആൾക്കാരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കീവേഡുകൾ കൊടുക്കുന്നതെന്ന്. പക്ഷേ കീവേഡ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീവേഡിനനുസരിച്ച് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ കുറേ കീവേഡുകൾ കൊടുത്തിട്ടുണ്ട്. മാപ്പിള സോങ്, ഇസ്ലാമിക് മതപ്രഭാഷണം, മലയാളം സോങ്, നബിദിന സോങ്, അങ്ങനെ കുറേ കീവേഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കുറച്ച് വളച്ചും തിരിച്ചൊക്കെ കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനിങ്ങനെ കൊടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ്. പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്ങുകൾ വന്ന് കിടക്കുന്നത്.
അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് ഡു യു വാണ്ട് ടു സെറ്റ് യുവർ ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ്, അതായത് നിങ്ങളുടെ ചാനൽ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ചാനലാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് കുട്ടികളുടെ ബേസ് ആക്കിയിട്ട് കുട്ടികളുടെ പരിപാടി, ഇപ്പോൾ കാർട്ടൂണുകൾ, അതുപോലെ തന്നെ ലുല്ലബി സോങ്ങുകൾ, താലോലം പാട്ടുകൾ, ഇങ്ങനെ കുട്ടികൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് ചാനലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് യെസ് ദിസ് ചാനൽ ആസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അത്തരം കണ്ടന്റുകൾ ഇടാതെ ശ്രമിക്കുക. കാരണം അത്തരം കണ്ടന്റുകൾ ഇട്ടിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബ് മനസ്സിലാക്കും ഇത് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരാണ് എന്നുള്ളത്. കാരണം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം യൂട്യൂബ് വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പോളിസിക്ക് എതിരാണെങ്കിൽ ആ വീഡിയോകളെല്ലാം അവർ റിമൂവ് ചെയ്ത് കളയും. മാത്രമല്ല നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സ്വപ്നമൊക്കെ അവിടെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഉള്ളതുപോലെ അങ്ങ് പറയുക. ചാനൽ നമ്മുടെ മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ അത് യെസ് കൊടുക്കുക. അല്ല നമ്മൾ സെൻസിറ്റീവായി വ്ളോഗിങ് ഒക്കെ ചെയ്തിടുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ നോ കൊടുത്താലും മതി. പിന്നെ താഴത്തെ സെറ്റിങ്സ് അത്ര വലിയ നിങ്ങൾ എന്താ പറയുക, അത് ലിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് ഗൂഗിൾ ആഡ്സ് ആണ്. അതായത് നിങ്ങൾ യൂട്യൂബ് വഴി പരസ്യം ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായി പരസ്യം ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിനകത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ കൊടുത്താൽ മതി. അതിന് ഇത്തിരി നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഗൂഗിളിന് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക് ക്യാപ്ഷന് ഇപ്പോൾ പല ക്രിയേറ്റേഴ്സിനും ഒക്കെ വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ലാംഗ്വേജ് വേറെ വല്ല ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈവൻ നമ്മൾ പറയുന്ന ലാംഗ്വേജ് അത് ഏതാണോ എന്ന് യൂട്യൂബ് തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് ക്യാപ്ഷനായി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണിത്. അപ്പോൾ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ ഓണായി കിട്ടും. പിന്നെ അഡ്വർടൈസ്മെന്റ് ഡിസേബിൾ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആഡ്സ്, ഇതൊരിക്കലും ഇത് ഡിസേബിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ബേസ്ഡ് ആഡ്സ് ഇവിടെ ഓൾറെഡി സേവ് ആണ്. ഇഫ് യു സെലക്ട് ദിസ് പേഴ്സൺ നോട്ട് ഷോൺ ഇൻ വീഡിയോസ് ഓൺ യുവർ ചാനൽ, ഇത് ഞാനിവിടെ ഓഫ് ചെയ്യാണ്. കാരണം ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പകുതി മുക്കാലും പരസ്യങ്ങൾ നമ്മുടെ ചാനലിനകത്തേക്ക് വരില്ല. അപ്പം നമ്മളത് ഓഫ് ചെയ്തിടണം. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ ഓഫ് ആയിരിക്കും. ഓരോ ക്രിയേറ്ററിൻ്റെ ഓരോ ഇഷ്ടം അനുസരിച്ചൊക്കെ ആയിരിക്കും അതവിടെ ഓൺ ആകുന്നത് ഓഫ് ആകുന്നതൊക്കെ. ഇനി ക്ലിപ്പുകൾ, അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് അവർക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. തയ്യാറാക്കിയിട്ട് അവർക്ക് അതിന് നെയിമൊക്കെ കൊടുത്ത് അത് വേറെ ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീഡിയോക്കകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഫീച്ചർ എലിജിബിലിറ്റി ആണ്. ഈ ഫീച്ചർ എലിജിബിലിറ്റിയിൽ നമ്മൾ എപ്പോഴും വരണം. കാരണം എപ്പോഴെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്നാൽ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാനൽ ഈസ് ഫ്രീ ഓഫ് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്, അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന് സ്ട്രൈക്കുകളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ എൻ്റെ ചാനലിന്. അപ്പോൾ അത് എനിക്കൊരു സമാധാനമാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതാണ് ഡൊണാൾഡ് ട്രംപിനാണ് തോന്നുന്നത്, അയാൾക്ക് ഡൊണാൾഡ് ട്രംപാണ് തോന്നുന്നത്, ഈ അടുത്ത് വന്ന വാർത്തയാണ്. അയാൾക്ക് യൂട്യൂബിനകത്ത് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ചെയ്ത മുഴുവൻ കണ്ടന്റുകളും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടിയ കണ്ടന്റുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, പ്ലേലിസ്റ്റിലേക്ക് കൊളാബറേറ്ററിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല, പുതിയ വീഡിയോകളിൽ നിന്നും പഴയ പ്ലേലിസ്റ്റിലേക്ക് കൊണ്ടുവരാനായി സാധിക്കില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ സാധിക്കില്ല. പിന്നെ അതൊക്കെ സാധിക്കുമോ? ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫീച്ചർ ഒന്ന് നോക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ 15 മിനിറ്റിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എനാബിൾ ആയിട്ടുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എനാബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിന് നമുക്ക് കിട്ടരുത്. അതാണ് സ്റ്റാൻഡേർഡ് ഫീച്ചർ എനേബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെരിഫൈ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ 15 മിനിറ്റിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോക്കകത്തേക്ക് തമ്പനെയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും, ലൈവ് സ്ട്രീമുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എങ്ങനെ യൂട്യൂബ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ വെരിഫിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ
ബിൽഡ് ചാനൽ ഹിസ്റ്ററിയിൽ കൂടെയോ അല്ലെങ്കിൽ വാലിഡ് ID, നമ്മുടെ വോട്ടർ ID, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് തരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഹിസ്റ്ററി അവർ നോക്കി വെരിഫൈ ചെയ്തിട്ടുണ്ട്. 300 സബ്സ്ക്രൈബറൊക്കെ ആയല്ലോ. അപ്പോൾ നമുക്ക് 300 അല്ല 368 ആയല്ലോ. അപ്പോൾ അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അപ്പീലും കണ്ടന്റ് ID അപ്പീൽ ചെയ്യാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് മോർ ലൈവ് സ്ട്രീംസ് ഡെയിലി. എനിക്ക് ഡെയിലി കൂടുതൽ ലൈവ് സ്ട്രീമുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലോഡ് മോർ വീഡിയോസ് ഡെയിലി. എനിക്ക് ഡെയിലി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. മോർ ഷോർട്സ് ഡെയിലി. കുറേ ഷോർട്ടുകൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എംബഡ് ലൈവ് സ്ട്രീം, അതായത് എംബഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയില്ല. എക്സ്റ്റേണൽ ലിങ്ക്സ് ഇൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻസ്, അതായത് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ലിങ്കുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ടെസ്റ്റ് ആൻഡ് കമ്പയർ ഡിഫറെൻറ്റ് തമ്പനെയിൽസിലേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ കമ്പയർ ചെയ്യാനായിട്ടും എനിക്ക് സാധിക്കും. പക്ഷെ അത് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. നോക്കട്ടെ. എലിജിബിലിറ്റി അപ്ലൈ ഫോർ മോണിറ്റൈസേഷൻ, അതായത് മോണിറ്റൈസേഷന് ചെറിയൊരു എലിജിബിലിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടും. പിന്നെ അതൊരു 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഫുൾ മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇതൊക്കെ അറിഞ്ഞു വെച്ചതിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ചാനലിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത്തരത്തിൽ മാറ്റങ്ങൾ നമ്മുടെ ചാനലിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് വ്യൂസ് കൂടാനും അതുപോലെ തന്നെ ചാനൽ ഡെഡ് ആവുന്നതിലൊക്കെ ഒരു ഇതായിരിക്കും. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ചാനൽ പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പകുതി മുക്കാൽ പേർക്കും കിട്ടത്തില്ല, പക്ഷേ എന്നാലും കിട്ടാൻ ചാൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.